മായ കാരണം സത്യത്തെ തിരിച്ചറിയുന്നില്ല. സനാതനമായ ഈശ്വര ചൈതന്യത്തെ ഓർമ്മിക്കാത്തവൻ ആയുസ് ചോർന്നു പോകുന്നതറിയുന്നില്ല. ദേഹാഭിമാനം മൂലം ആണ് ലക്ഷ്മണൻ ദേഷ്യപ്പെട്ടത്. അതായത് ജ്ഞാനമില്ലായ്മ. വാർദ്ധക്യമൂടും ജരാനരയും പൂണ്ടു ചീർത്തമോഹേന മരിക്കുന്നിതു ചിലർ. നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയുന്നില്ല മായതൻ വൈഭവം. ഇപ്പോളിതു പകൽ, പിൽപ്പാടു രാത്രിയും, പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതിയേതും അറിയാതെ. കാലസ്വരൂപനാം ഈശ്വരൻ തന്നുടെ ലീലാവിശേഷങ്ങൾ ഒന്നുമോരായ്കയാൽ ആമകുംഭാംബു സമാനം ആയുസ്സുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കും ഏവനും നിർണയം. വ്യാഘ്രിയെപ്പോലെ ജരയുമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു. ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം, നരേന്ദ്രോഹം, ആഢ്യോഹം എന്നാമ്രേഡിതം കലർന്നിടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം. വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വങ്മാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായി ഉള്ളോന്നിതധ്രുവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസത്താരിൽ നിരൂപിച്ചതും തവ. ജ്ഞാനമില്ലായ്കെന്നറിയുക നീ ലക്ഷ്മണ.